അപ്പോൾ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ജാൻസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു പുതിയ മിനി സീരീസ് തുടങ്ങാൻ പോവാണ് ഗൈസ്, ജെ ആൻഡ് ജെ കുക്സ്. അപ്പോൾ ആൻ ചേച്ചി കുക്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. ആൻ ചേച്ചി നിങ്ങൾക്ക് സാൻഡ്വിച്ച് എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടത്? എനിക്ക് വിശന്നപ്പോൾ ഞാൻ ജസ്റ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു. ആൻ ചേച്ചിക്ക് വിശക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ സാൻഡ്വിച്ച് ഉണ്ടാക്കണ വീഡിയോ എടുക്കാൻ പറഞ്ഞേക്കായിരുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ ഉള്ളിലേക്ക് പോവാം. പട്ടിമ്പോടും നൈഫ് ഇവിടെ റെഡിയാണ്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റമായ ബ്രെഡ്. ഗൈസ്, എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല, അത് കാരണം ഞാൻ വീഡിയോ എടുക്കുന്നത്. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട വെജിറ്റബിൾസ് ആണ്. നമ്മൾ എടുക്കുന്ന 2 വെജിറ്റബിൾ ആണ്. അതായത് ഒന്ന് ഞാൻ വേണമെങ്കിൽ എന്തൊക്കെയൊക്കെയാണ് എടുക്കാൻ പോണേ? ടൊമാറ്റോ, ഓണിയനും തക്കാളി. ഓക്കെ, ചെറുതാണ് കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ്. അവൾക്ക് ഇത്ര മതി. എനിക്ക് തക്കാളി ഒന്നും ഇഷ്ടമില്ല. ഞാൻ വേണമെങ്കിൽ സാധനങ്ങൾ എടുത്തെടുത്ത് വെക്കാം. എനിക്ക് കുക്ക് ചെയ്യാനൊന്നും അപ്പൊ നമുക്കിത് മുറിച്ചിട്ട് എന്തായാലും കാണാം കേട്ടോ. ചേച്ചി ഇവിടെ എല്ലാം മുറിച്ചോണ്ടിരിക്കുകയാണ്. ഓണിയൻ മുറിക്കാൻ കിട്ടില്ല, എന്റെ കണ്ണൊക്കെ എരിയുണ്ട്. എന്റെ ഇവിടെ ഫോണുള്ള കാരണം എനിക്ക് കുഴപ്പമില്ല. കണ്ണടയെങ്കിലും ഉണ്ട് വെക്കാൻ. കണ്ണടി ഉണ്ട് പറഞ്ഞ എനിക്ക് ഫോണുള്ള കാരണമാണ്. ഫോണിൽ കൂടെയല്ല ഞാൻ നോക്കണേ, അത് കാരണം എനിക്ക് കുഴപ്പമില്ല. ഇതാ ഗൈസ്, ടൊമാറ്റോ മുറിച്ച് ടൊമാറ്റോ. അവർക്ക് ഇന്ന് വേദമില്ല ഗൈസ്, അവന് പനിയാണ് പറഞ്ഞു. ഡോക്ടർക്ക് വരികയാണ് ഗൈസ്, അതാണ് വേദം ഇല്ലാത്തത്. അല്ലെങ്കിൽ നമ്മുടെ കൂടെ വേദവി ഉണ്ടായിരിക്കും. ഓക്കെ ഗൈസ്, എല്ലാം പീസ് ആക്കിയിട്ട് ഞങ്ങൾ കാണിക്കാം ഗൈസ്. അതെ, ഉള്ളി മുറിച്ച് കണ്ണെരിഞ്ഞ് കിടക്കുകയാണ് ഗൈസ് ഇവിടെ. എന്റെ കണ്ണെരിയുണ്ട്. ഉള്ളി ഇത്ര മതി എന്ന് തോന്നുന്നു. നമുക്ക് കുറച്ചും കൂടി ചെറിയ ചെറിയ പീസാക്കി വെച്ചാൽ നമുക്ക് എല്ലാവർക്കും തികയും. ഈ ഉള്ളിയും കൂടി ഉണ്ട്, പക്ഷെ വേസ്റ്റ് ആവണ്ട. ഞങ്ങൾക്ക് ഇനഫ് അല്ലെങ്കിൽ ഞങ്ങൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി മുറിക്കാം ഗൈസ്. അതെ അതെ. ഓക്കെ ഗൈസ്, ഇനി ടൊമാറ്റോ സ്ലൈസിങ്. ഗൈസ്, ഞങ്ങൾ ചെരിച്ചും മറിച്ചും അങ്ങോട്ടും തിരിച്ചാണ് നല്ലപോലെ ഗൈസ്. നിങ്ങൾ അതൊന്നും ശ്രദ്ധിക്കണ്ട, ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് മുറിക്കുന്നത്. നിങ്ങൾ കറക്റ്റ് മുറിച്ചോളൂ ഗൈസ്. ഇത് ട്യൂട്ടോറിയൽ അല്ല, ഞങ്ങളുടെ ഒരു ഫണ്ണിന് വെറുതെ എന്തെങ്കിലും ചെയ്യാണ് ഗൈസ്. അപ്പൊ ഇത് ട്യൂട്ടോറിയൽ ആണ് പറഞ്ഞിട്ട് ഇതും എടുത്തിട്ട് ഇതുപോലെ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ഞങ്ങൾക്കറിയാം നിങ്ങൾ അതൊന്നും ഉണ്ടാക്കില്ല എന്ന്. എന്നാലും ഒരു സേഫ്റ്റിക്ക് പറയാം. അല്ല, സേഫ്റ്റി ഒന്നുമില്ല, വേണമെങ്കിൽ ഇത് നോക്കി ഉണ്ടാക്കിക്ക. ഓക്കെ ഗൈസ്, ടൊമാറ്റോ എല്ലാം മുറിച്ചിട്ട്. ടൊമാറ്റോ മുറിയില്ല ഗൈസ്, ഇതെന്ത് ടൊമാറ്റോ ആണ്? എന്തൊക്കെയൊക്കെ സൗണ്ട്. ഇത് ഫണ്ണായി തോന്നുന്നു കുക്കിംഗ് വീഡിയോ. ഇപ്പുറത്ത് മുറിയണോ? എന്താ അപ്പുറത്ത് മുറിയണില്ല ഗൈസ്. അപ്പൊ ഞങ്ങള് ഉള്ളിയും മുറിച്ചു, തക്കാളിയും മുറിച്ചു. ഇത്ര മതി തോന്നുന്നു. ഞങ്ങൾക്ക് 2 ആൾക്ക് മാത്രം തന്നെ, അത് കാരണം നന്നായിണ്ടാവുമെന്ന് പോലും അറിയില്ല. ഷെഫ് ചെയ്യാൻ നന്നായിട്ടായിരിക്കും. നമുക്കൊരു ബൗൾ എടുക്കണം. ബൗൾ എന്തിന്? അതൊക്കെ വേണം. എനിക്കറിയില്ല കുക്കിന്റെ മെത്തേഡ്. ഐ എം നോട്ട് എ ഷെഫ്. നമുക്ക് ഇത് ഒക്കെ കൂടി കൂട്ടിയിടാം. ഓ, മിക്സ് ചെയ്യാനാ? ഓ, ഷെഫ് ട്രിക്സ്. ഇതൊക്കെ സോ സാറ്റിസ്ഫൈങ് ഗൈസ്. ഓക്കെ, ഇനി തക്കാളി എനിക്ക് തീരെ. ഓ മൈ ഗുഡ്നെസ്. ലോങ് ലിവ് ടൊമാറ്റോ. തക്കാളി താഴെ വീണ്. കുഴപ്പമില്ല നമുക്ക് ഇതൊക്കെ ഓക്കെ ഗൈസ്, ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ മിക്സ് ചെയ്യാൻ സ്പൂണൊന്നും വേണ്ട. ഇതിൻ്റെ ഉള്ളിൽ എല്ലാ സാധനവും ഇട്ടുണ്ട്. പ്ലേറ്റ് അടയ്ക്കുക. അതാണ്. അല്ലെങ്കിൽ നമ്മൾ ഇതാ ഗൈസ്, ഉപ്പ് കണ്ടോ നിങ്ങൾക്ക്? ഇതാണ് തക്കാളി. നന്നായിട്ടാവോ സാൻഡ്വിച്ച്? ഓക്കെ ഗൈസ്, അപ്പൊ നമുക്കിത് അടച്ചു വെക്കാം. നമുക്ക് ബാക്കി പണിയിലോട്ട് പോവാം. ഗൈസ്, ഞാൻ കുറെ നേരം ഈ 2 തക്കാളിയിൽ ചവിട്ടി നടന്നു ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് ഒരു ബ്രെഡും കൂടെ എടുക്കാണ്ട് ഗൈസ്. നമ്മൾ എടുത്തെടുത്ത് ബ്രെഡ് നമ്മൾ എന്താ വെച്ചാ ഒരു എക്സ്ട്രാ ബ്രെഡ് എടുക്കണേ വെച്ചാ വേറെ ബ്രെഡിൽ താഴെ വീണു. ആ ചേച്ചി എടുത്തിട്ട് വരുമ്പോൾ ഡാൻസും കളിച്ച് വീഴ്ത്തിയിട്ടു.
നമുക്ക് ബ്രെഡിനെ തിരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി നമ്മൾ ടോസ്റ്റ് ചെയ്യാം. ടോസ്റ്റ് ചെയ്യണോ? ഓക്കെ, ടോസ്റ്റ് ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പൊ ഞങ്ങൾ ചീസ് എടുക്കാൻ നമ്മുടെ മെയിൻ വിഭവമായ ചീസ്. ഇതൊക്കെ മെൽറ്റായി പോയി. നെയ്യുണ്ട് ഗൈസ്. ഞങ്ങൾ ഗീ ഉണ്ട്. അപ്പൊ ഞങ്ങൾ ടോസ്റ്റ് ചെയ്യാൻ പോണത്. എനിക്ക് പേടിയാവണത് ഈ ഒരു വെജിറ്റബിൾസിന്റെ കാര്യമാണ്. എന്താണെന്ന് ആർക്കറിയാം. എന്താവോ ഓക്കെ, ഇതാണ് നമ്മുടെ കൂട്ടി പാൻ. കുട്ടിപ്പേന ഓക്കെ, ഇനി എന്താണെന്നാണ് എനിക്ക് അറിയാത്തത്. അപ്പൊ ഇയാള് ഷെഫല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെക്കുക. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ചീസ് മേലെ വെക്കുക. നിക്ക് രണ്ട് ബ്രെഡ് ഇങ്ങനെ വെക്കുക, നെയ്യ് ഒഴിക്കുക, ചീസ് വെക്കുക, അതെ, ടോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ബാക്കി രണ്ടെണ്ണം എടുക്കുക, നെയ്യ് ഒഴിക്കുക, ചീസ് വെക്കുക, ടോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് വെജിറ്റബിൾസ് ഇട്ടിട്ട് അങ്ങനെ അടച്ചു വയ്ക്കുക. സെറ്റല്ലേ? അയ്യോ, ഈ ക്യാമറ പിടി. ഇതില് ഈ ബ്രെഡില് ഫസ്റ്റ് നെയ്യ് ഒഴിക്കുക, എന്നിട്ട് ചീസ് മേലെ വെക്കുക രണ്ടെണ്ണത്തിലും, എന്നിട്ട് ടോസ്റ്റ് ചെയ്യുക. എന്നിട്ട് ടോസ്റ്റ് റെഡി ആക്കി കഴിഞ്ഞിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് ബാക്കി രണ്ടെണ്ണം എടുത്തിട്ട് ഇതിൽ ചെയ്ത പോലെ അതേപോലെ ചെയ്തിട്ട് ടോസ്റ്റ് ചെയ്യാം. അതിന്റെ മേലെ വെജിറ്റബിൾസ് വെച്ചിട്ട് അടുത്ത ബ്രെഡിനെ വെച്ച് നമുക്ക് ഫസ്റ്റ് ബ്രെഡ് മാറ്റി വെച്ച് സ്റ്റൗ ഓൺ ആക്കാം ഗൈസ്. ഡേഞ്ചറസ് ഞാൻ പോണു. ബൈ ബൈ. നോക്കിയിട്ട് ഞാൻ ദൂരെ പോയി നിൽക്കണേ. ഓ, നോക്കിയിട്ട് സക്സസ്ഫുൾ. ഞങ്ങളൊരു അൾട്ടിമേറ്റ് മോണ്ടാജ് ഉണ്ടാക്കാൻ പറഞ്ഞു നിന്നാ നെയ്യ് വരണില്ല. എന്തെങ്കിലും കുട്ടി സ്പൂൺ എടുക്ക്. നോക്കിയിട്ട് സ്പൂണ് തട്ടണ്ട അതില്. ഫുള്ള് തേക്കി. എന്തെങ്കിലും ഒരു സ്പൂൺ വെച്ച് ഫുള്ള് ഇങ്ങനെ തേക്കി. ആ അപ്പുറത്തെ ഭാഗം പേടിക്കണ്ട, നമുക്കൊരു ഐഡിയ ഉണ്ട്. ഓ മൈ ഗുഡ്നെസ്. നമുക്ക് ഇനി നമ്മുടെ ബ്രെഡ് എന്ത് ബ്രെഡ് ഇങ്ങനെ ഇരിക്കണേ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ മേലെ ഇത് ചീസ് എനിക്ക് എങ്ങനെ പൊട്ടിക്കുന്നത് അറിയില്ല. ഇത് അപ്പത്തേക്ക് പൊട്ടിക്കാൻ പറ്റും. പിന്നെ കാണാം ഗായ്സ്. ഞങ്ങള് ചീസ് കളി പ്രൊഫഷണൽ ഷെഫ്. വാട്ട് ആർ യു ഡൂയിങ് ഗായ്സ്? ഞാൻ കഴിക്കില്ല. ബൈ ബൈ. ഞാൻ കഴിക്കില്ല. വേറെ ബ്രെഡ് എടുത്തു. ഞാൻ വേറെ ബ്രെഡ് എടുക്കണ്ടേ? ഉള്ളിലല്ലേ? ഇതിന്റെ ഉള്ളിലല്ലേ? അതോ അയ്യോ, വീഡിയോ ഇത് കട്ട് ചെയ്യണം. ബ്രെഡ് എവിടെ? നോക്കിയിട്ട് ഗായ്സ്, we will be back soon. ചീസ് പാളിപ്പോയതുകൊണ്ട് നമ്മൾ പ്ലാൻ ബി എടുക്കുകയാണ്. ഗായ്സ്, പ്ലാൻ ബി. അപ്പൊ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഗായ്സ് മെസ്സിയാ കുക്ക് ചെയ്യണം. അത് കാരണം മെസ്സി ചെയ്ത്. അപ്പൊ നമ്മൾ ഈ വെജിറ്റബിൾസിന്റെ കൂടെ മുട്ട മിക്സ് ചെയ്യാൻ പോണ്. നന്നായിണ്ടാവോ? അപ്പൊ ഇതാണ് ഇത് കുക്ക് ചെയ്യണ്ടേ? ഇത് അതിൽ വെച്ചിട്ട് മിക്സ് ഇതിൽ വെക്കണം. അല്ല, മിക്സ് ചെയ്തിട്ട് എന്നിട്ട് അതിൽ വെച്ചിട്ട് ഇതാക്കുക, ഒഴിക്കുക. നമ്മൾ ഓൾറെഡി വെജിറ്റബിൾസില് ഉപ്പിട്ട കൊണ്ട് എഗ്ഗില് കുറച്ച് ഉപ്പിട്ടാ മതി. അല്ല, ഉപ്പേ വേണ്ട. നോക്കിയിട്ട്
എനിക്ക് ഇതുപോലെ ആക്കിയിട്ട് മുട്ട ഞാൻ അങ്ങനെ പിടിച്ചതാക്കി. അന്ന് വീട്ടിൽ ഫസ്റ്റ് ടൈമായി ഞാൻ മുട്ട പൊട്ടിക്കാൻ പഠിച്ചതാണ്. അമ്മ വാ വെറുതെ വേണമെങ്കിൽ പഠിപ്പിച്ചരാ പറഞ്ഞു. കണ്ട അങ്ങനെ പട്ടി പെർഫെക്ഷൻ ഞാൻ ഇങ്ങനെ തുറക്കാൻ നോക്കിയാണ്. ടൈം പറഞ്ഞ എല്ലാം കൂടി പൊട്ടി വന്നു. ഒരു സ്പൂണോ എന്തെങ്കിലും കറണ്ടിയോ എന്തെങ്കിലും എടുക്കും. ഞാൻ മിക്സ് ചെയ്യട്ടെ. ഞാൻ മിക്സ് ചെയ്യാൻ പോണട്ടാ. ഞാനാ മിക്സ് ചെയ്യാൻ പോണ ഗൈസ്. തന്നെയല്ലേ ഇങ്ങനെ തന്നെയല്ലേ? ഇങ്ങനെയല്ല, അതുകൊണ്ടല്ലേ ഞാൻ മിക്സ് ചെയ്യാറ്. കുഴപ്പമില്ല, ഞാൻ മിക്സ്. ഓക്കെ, ഇനി പിടിക്കുന്ന എനിക്ക് പാകത്തിന് കുറച്ച് സാധനങ്ങൾ ചെയ്യാണ്ട്. ഓക്കെ വിട്. ഞാൻ ആയിക്കോ. ശരി ആക്കിക്കോ, എന്ത് ചെയ്യണോ ചെയ്തോ. ഞാൻ അങ്ങനെ ഫിലിം ചെയ്യാം. ശരി, കുറച്ചും കൂടി ഉപ്പിടാം. ഓക്കെ, ഇനി മിക്സ് ചെയ്തോ. നന്നായി മിക്സ് ചെയ്യണം. നമുക്കിവിടെ പേപ്പർ ഉണ്ടോ? പേപ്പർ കഴിക്കും. പേപ്പർ ഇല്ല. ഈ വീഡിയോ ഒരു കുക്ക് വീഡിയോ ആയിരിക്കും പറഞ്ഞ ഒരു ഡിസാസ്റ്റർ ആയി. അതെ. ഓക്കെ, എൻ്റെ പൊന്നി, ഞാൻ നാടൻ ഷെഫാണ്. എങ്ങനെ എത്ര സ്പീഡിലായിരുന്നു? ഓക്കെ, നന്നായിണ്ടാവോ? മണക്ക് നോക്കട്ടെ. നമ്മൾ ആദ്യം ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഓയില് എണ്ണാണ് നമ്മളെ തീ കത്തിക്കേണ്ട ഓയിൽ അതൊക്കെ വെക്കുന്നത് നന്നായിട്ടുണ്ട്. ഓക്കെ, ഞാൻ പോണു. കണ്ടെത്തണ ആദ്യം നല്ല സിലിണ്ടർ. മുട്ട ഇനി ഇതിന്റെ ഏറ്റവും വലിയ ടാസ്ക് മുട്ട കറക്റ്റായി മറിയണം. പറഞ്ഞെങ്കിൽ പിന്നെ പ്ലാൻ സി, പറഞ്ഞില്ലെങ്കിൽ പിന്നെ പ്ലാൻ സി, എന്തെങ്കിലും ഒരു പ്ലാൻ സി. ഞങ്ങൾക്ക് പ്ലാൻ സി ഇല്ല ഗൈസ്, എന്തെങ്കിലും ഒരു പ്ലാൻ. മുട്ട പറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് പൊട്ടിച്ചിട്ട് വെക്കാം. എന്ത് പിന്നെ അങ്ങനെ നമ്മൾ നെയ്യ് ഓ മുട്ടയാണല്ലേ പാക്കണി. ഞാൻ ബ്രെഡാ കേട് പറഞ്ഞ അവിടെ ഇരുന്നു. തക്കാളി വെച്ചിട്ട് ടേസ്റ്റ് ഉണ്ടാവോ? ഞാൻ അതുവരെ കഴിച്ചിട്ടില്ലേ. ഞാൻ ഉള്ളി ഇട്ടത് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, തക്കാളി ഇട്ടത് കഴിച്ചിട്ടില്ല. ഓക്കെ, ഇത് ഓംപ്ലേറ്റ് പോലെ ആക്കിയിട്ട് മുറിച്ചിട്ട് വെക്കാൻ പോണേ. ഓ, ബ്രെഡ് ഓംപ്ലേറ്റ്. ഇത് സാൻഡ്വിച്ച് അല്ലേ? ഇത് ബ്രെഡ് ഓംപ്ലേറ്റ് ആണ്. ഗൈസ്, ബ്രെഡ് ഓംപ്ലേറ്റിന്റെ ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. എൻ്റെ അമ്മയുടെ ബ്രെഡ് ഓംപ്ലേറ്റിന്റെ ഷോർട്സ് കണ്ടിട്ടില്ലേ ഗൈസ്? അപ്പൊ ഇത് ബ്രെഡ് ഓംപ്ലേറ്റ് ആണ്, സാൻഡ്വിച്ച് അല്ല. ഓക്കെ ഗൈസ്, സാൻഡ്വിച്ച് മാറ്റി ഇപ്പൊ ബ്രെഡ് ഓംപ്ലേറ്റ് ആക്കാൻ പോവാണ് ഗൈസ്. എനിക്ക് കറക്റ്റായും പറയണം, അല്ലെങ്കിൽ ഡിസാസ്റ്റർ. കുറച്ചേരം അങ്ങനെ ഇരിക്കട്ടെ. കുറച്ചും കൂടി മിക്സ് ചെയ്യായിരുന്നു. കുറച്ചും കൂടി മിക്സ് ചെയ്യാൻ ഈ കാരണമാണ് മിക്സ് പോയത്. ഞാൻ എന്ത് ചെയ്ത്? ഓക്കെ, റെഡി ആവുന്നു. ഓക്കെ, മറിച്ചിട്ടാ. നമുക്ക് നമ്മൾ കുട്ടികളായതുകൊണ്ട് ഇങ്ങനെയൊക്കെ. അയ്യോ, തിരിക്കത് കരിയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് അതിൽ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാം. അപ്പൊ അത് മുട്ടപ്പേരി ആയല്ലോ. ചട്ടിയിലുണ്ടാക്കണം. മുട്ട മൊത്തം കറക്റ്റായി വന്ന് വെജിറ്റബിൾസ് മൊത്തം താഴെ കളയും. ഓക്കെ, ഞങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം ഗൈസ്. മുട്ട മറിച്ചത് ഫ്ലോപ്പായി എങ്കിലും നല്ല മണം വരുന്നുണ്ട്. നല്ല സ്മെല്ല് ചെയ്താ. ഓക്കെ ഗൈസ്, ഞാൻ ഫോണ് കുറച്ച് ദൂരം വെക്കാൻ പോണേ. ഓക്കെ, ഇനി നമുക്ക് നല്ല വൃത്തിയുള്ള ഒരു പാത്രം എടുത്ത് അതിലേക്ക് മുട്ട ട്രാൻസ്ഫർ ചെയ്യും. മുട്ട ട്രാൻസ്ഫർ ചെയ്യേ നോക്കിട്ട്.
എനിക്ക് ചൂടുള്ള സാധനങ്ങളുടെ അടുത്ത് നിൽക്കാൻ എന്നെ മണം പറഞ്ഞേ. ഗൈസ് നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്യണം ഗൈസ്. പക്ഷെ ലാസ്റ്റ് ഗൈസ് നമ്മൾ ലാസ്റ്റ് ടേസ്റ്റ് ചെക്ക് ചെയ്തിട്ട് തിന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി. ഓ ഇവിടെ എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ്. പ്രൊഫഷണൽ നമ്മുടെ കഴിയാറായിട്ടുണ്ട്. ഓ ആ രണ്ട് ബ്രെഡ് ഒന്ന് താഴെ വീണു, ഒന്ന് ചീസ് അതൊക്കെ അല്ലേ. ഈ സാധനത്തിന് ചീസ് ഒട്ടിപ്പിടിച്ചു ഗൈസ്. അതോ കഴുകി കണ്ട മുട്ടയ്ക്ക് വലിയ ഭംഗിയില്ലെങ്കിൽ ടേസ്റ്റ് നന്നായി ഉണ്ടാവുമായിരിക്കില്ലേ. എൻ്റെ ഓ ചൂട് പോകാ. ഇതിനു മുമ്പ് ഞങ്ങൾ ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട് ബനാന മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കി നോക്കി. അടുത്ത വീട്ടിൽ ബനാന മിൽക്ക് ഷേക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ എപ്പിസോഡ് 2 ബനാന മിൽക്ക് ഷേക്ക്. മിഷൻ ടു ബനാന മിക്സറിട്ട് കഴിച്ചത് ഓർമ്മയുണ്ട? ബനാന മിൽക്ക് ഷേക്കിൽ മിക്സറിട്ടത് ഓർമ്മയുണ്ട? പക്ഷെ അത് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. കുഴപ്പമില്ല ഗൈസ്. ഞങ്ങൾ ചെറുപ്പത്തിൽ, ഇപ്പം ഞാൻ 6ാം ക്ലാസ്സിലാണ്, ഞാൻ 1ാം ക്ലാസ് എന്തോ ഉള്ളപ്പോൾ ഞങ്ങൾ വെറുതെ എന്തെങ്കിലും അടുക്കളയിൽ വന്ന് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ചേച്ചി ഒരു സാധനം ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് എന്താണ് പഴം മിക്സ് ചെയ്ത് ഞങ്ങൾ ബ്രെഡ് വെക്കാൻ പോകുന്നത്. ഈ പ്രാവശ്യം എനിക്ക് ഡിസാസ്റ്റർ ആവാൻ പാടില്ല എന്ന് ഡിസാസ്റ്റർ ആവാൻ പാടില്ല. പോലെ തന്നെ എല്ലാം നമ്മള് കോൺഫിഡൻസ് ആയിരിക്കണം. കഴിഞ്ഞ അവിടെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ബ്രെഡ് മറച്ചിടുന്നതില് അങ്ങനെ എന്തായിരുന്നു പറയും ഫ്ലാഷ് ബാക്ക്. ഗൈസ് ഞങ്ങൾ ചീസ് ഇപ്രാവശ്യം എനിക്ക് ആവാൻ പാടില്ല കേട്ടോ. നടുവിൽ വെച്ചോ, നോക്കിയിട്ട് കൈ തട്ടണ്ട. ഓക്കെ ഗൈസ് റെഡി. മുട്ട കണ്ടോ, നല്ല ടേസ്റ്റ്. മുട്ട നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. ഞങ്ങൾ ഓഫ് സ്ക്രീനിൽ കുറച്ച് തിന്നു ഗൈസ്. ഓ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കോ ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട് ഈ സാധനം. പക്ഷെ നിങ്ങൾ കുറച്ച് പെപ്പർ ഒക്കെ ഇടുകയാണെങ്കിൽ, പെപ്പർ ഇടുകയാണെങ്കിൽ അതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ്. പെപ്പർ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും, ഇഷ്ടമില്ലാത്തവർക്ക് സാധാ പോലെ ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞങ്ങൾ ഇതിൽ പെപ്പർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായില്ലല്ലോ. പെപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെപ്പർ ഇട്ടിട്ടില്ല ഗൈസ്. ഞങ്ങൾക്ക് പെപ്പർ ഇല്ല. ഓ ഇപ്രാവശ്യം പിന്നെ ഗൈസ് ഞങ്ങൾക്ക് പെപ്പർ ഇല്ലാത്ത കാരണം ഞങ്ങൾ പെപ്പർ ഇൻക്ലൂഡ് ചെയ്തില്ല അതിൽ. ഞാനിപ്പോൾ ബ്രെഡ് ഒരുപാട് ടോസ്റ്റ് ചെയ്യുന്നില്ല, ഒരു കറുമുറ ഉണ്ടാവാൻ പാടില്ല. കുറച്ച് എനിക്ക് അങ്ങനെ ഇഷ്ടം, പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പൊ എന്റെ സാൻഡ്വിച്ചിന് അങ്ങനെയാക്കി. നെയ്യില്ല അധികം. ചേച്ചിയുടെ സാൻഡ്വിച്ചിന് അങ്ങനെയാക്കി, എന്റെ സാൻഡ്വിച്ചിന് അങ്ങനെയാക്കി. സെറ്റല്ലേ? ചേച്ചിയുടെ സാൻഡ്വിച്ചിന് സോഫ്റ്റ് ആക്കിക്കോ. എന്റെ മെസ്സി നല്ല മെസ്സി ആയിട്ട് ചെയ്തിട്ടുണ്ട്. സ്പെയിൻ അർജന്റീന. ചേച്ചി അർജന്റീന, ഞാൻ റൊണാൾഡോ ആണ്. അത് കാരണം എപ്പോഴേ തോറ്റുപോയി. അതിനിപ്പോ എന്താണ്, അർജന്റീന തോറ്റില്ലേ? അതൊന്നും കുഴപ്പമില്ല. കുഴപ്പമില്ല. വേദവും റൊണാൾഡോ ആണ് ഗൈസ്. അപ്പൊ ഞങ്ങളാണ് മാറ്റിയിരിക്കണ. അർജന്റീന ഫൈനൽ വരെ എത്തിയതുകൊണ്ട് ഞാന് പുറത്ത് റൊണാൾഡോയെ ഉള്ളില് മെസ്സിയാണ്. പുറത്ത് കാണിക്കുമ്പോ റൊണാൾഡോയാണ്, ഉള്ളിലേക്ക് അത് കരിഞ്ഞു. ഇല്ല ടോസ്റ്റ് അങ്ങനെയാവുന്നതാണ്. അപ്പൊ അതെനിക്ക് നോക്കിയിട്ട് അതെടുത്ത് മാറ്റി വെക്കി. എവിടെ വെക്കിന്? പ്ലേറ്റില്ല. എടുത്തോ എന്തൊക്കെയാ ചെയ്യുന്നുണ്ട് ഞങ്ങള്. കരിഞ്ഞിട്ട് അയ്യോ നിന്റെ ടോസ്റ്റ് ആയി കുറെ. എന്റെ നല്ല കത് തിരിക്കി, വേറെ തിരിക്കി. എന്തായി ആർക്കറിയാം. മണത്തോക്കട്ടെ. ടോസ്റ്റിന്റെ മണം പേടിക്കാനൊന്നുമില്ല, കുഴപ്പമില്ല. നമ്മളല്ലേ ഉണ്ടാക്കണേ, നമ്മൾ മാത്രമല്ലേ തിന്നു നോക്കുള്ളൂ. അടുത്തത് ചേച്ചിറ സോഫ്റ്റ് ആയിട്ട്. എന്തെങ്ങനെ ഇരിക്കണേ? നിന്റെ ടോസ്റ്റ് ആക്കിയതാണോ? ഇത്ര ടോസ്റ്റ് വേണമെന്നൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ ചേച്ചിറ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഗൈസ്. അൺലോക്ക്ഡ്. ഓക്കെ ഗൈസ്, ഇതിന്റെ പേരെന്താന്നൊന്നും അറിയില്ല ഗൈസ്, പക്ഷെ ഇത് നല്ല യൂസ്ഫുൾ ആണ്. അറിയാം, ഇത് മുട്ട എടുത്തിട്ട് നമുക്ക് ബ്രെഡിന്റെ മേലെ ഇങ്ങനെ വെക്കാനാണ്.
വെക്കാനായിട്ടില്ല. ആ തക്കാളി ഇതൊക്കെ എടുത്ത് തക്കാളി ഇതൊക്കെ എടുക്ക്. അഥവാ വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. സ്റ്റാമ്പ് ചേച്ചി നമുക്ക് പിന്നെ സോസൊക്കെ ഒഴിക്കാം. സോസാണോ? യെസ്. ഓ എന്ത് സോസ്? ടൊമാറ്റോ സോസ് അല്ലേ എൻ്റെ ഫേവറേറ്റ്. മതിയാവോ? കുറച്ചെടുത്ത് ഇതിലിട്ട് മതിയാവില്ല. എനിക്ക് മതിയാവില്ല. അതന്നെ ഞാൻ പറഞ്ഞു, ഒരെണ്ണത്തിൽ വെച്ചാൽ മതി ബ്രെഡ്. എന്തേ എത്തേ ഒരെണ്ണത്തിൽ ബ്രെഡ് വെച്ചാൽ മതി. എനിക്ക് ഇത്ര മതി. ഓ അങ്ങനെ കുത്തി നിറച്ചത് പോലെ ഉണ്ട്. അത് ഇങ്ങനെ ഇടുമ്പോൾ കിടക്കണം ഗൈസ്. അപ്പുറത്തേക്ക് ഇടുമ്പോൾ ഞാൻ ചേച്ചി എന്ത് ഇപ്പുറത്തെ എൻ്റെ അപ്പുറത്ത് വെറൈറ്റി ആവട്ടെ. എന്താ മണം? മണമൊക്കെ ഉണ്ടോ? മണമുണ്ട്, നല്ല മണമുണ്ട്. മൊത്തം നല്ല തട്ടുകടേൻ്റെ മണം. എനിക്കിത്രേ ഉള്ളൂ. നീ പേടിക്കണ്ട, കുറച്ചെടുത്തായിട്ടുള്ളൂ. ആ എനിക്ക് മതി എനിക്ക് മതി എനിക്ക് മതി എനിക്ക് മതി എന്ത് ഉള്ളിയും തക്കാളി മാത്രം ഇട്ടായിരുന്നേ. എനിക്ക് മതി. പിന്നെ നമുക്ക് സോസ് ഉണ്ടോന്ന് അറിയില്ല ഗൈസ്. ഞങ്ങൾ സോസ് ഉണ്ടോ? ഓ സോസ് ഉണ്ട്, പക്ഷെ എത്ര ഉള്ളു ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ സോസൊക്കെ ആക്കിയിട്ട് തിരിച്ചു മറിച്ചിട്ട് സാൻഡ്വിച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. ഞങ്ങളുടെ ബ്രെഡ് ഓംപ്ലേറ്റ് പറയാൻ പാടില്ല. ഓംപ്ലേറ്റോ സാൻഡ്വിച്ചോ എന്തോ ഒരു സാധനം ടെസ്റ്റ് ചെയ്യാൻ പോണ് ഗൈസ്. നിങ്ങൾ ഫസ്റ്റ് ഒരു ബൈറ്റ് എടുത്തോ. ടേസ്റ്റ് ഉണ്ടായിരുന്നു വിചാരിക്കുന്നു. ഇനി ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാം. നല്ല സൂപ്പർ. പിന്നെ നമ്മൾ മറ്റേ ഓംപ്ലേറ്റിൽ പെപ്പർ കൂടി ഇടണമെങ്കിൽ പെപ്പർ ഉണ്ടെങ്കിൽ പെപ്പർ പെപ്പർ ആഡ് ചെയ്ത് നന്നായിട്ടുണ്ടാവും. ഞങ്ങൾ പെപ്പർ ഇല്ല, അത് കാരണം പെപ്പർ ഇട്ടിട്ടില്ല. ഉണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ടൊമാറ്റോ സോസ് കുറച്ചുള്ളതുകൊണ്ട് കുറച്ച് സ്പ്രെഡ് ചെയ്തുള്ളൂ. അത് കാരണം ഞങ്ങൾക്ക് ടൊമാറ്റോ സോസിൻ്റെ ടേസ്റ്റ് വരുന്നില്ല. നിങ്ങൾക്ക് എന്ത് സോസ് വേണമെങ്കിൽ ആഡ് ചെയ്തോളൂ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ. ഓക്കെ നിങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്തോ. പെപ്പർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ടൊമാറ്റോ സോസ് കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്യാം. അല്ല ഏത് സോസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഇത് ടൊമാറ്റോ കൂട്ടണമെന്നില്ല, ഉള്ളി മാത്രം വെക്കാം. അല്ല ഓംപ്ലേറ്റ് വെക്കണം എന്നൊന്നുമില്ല. ഞങ്ങൾക്ക് ചീസ് വെച്ച് ഫെയിലായ കാരണം പ്ലാൻ പോവില്ല. ഫ്രാൻസിലേക്ക് പോയില്ല. എൻ്റെ പകുതി കഴിഞ്ഞു. ടോസ്റ്റ് ചെയ്തപ്പോ കുറച്ച് എക്സ്ട്രാ ടോസ്റ്റ്. എൻ്റെ പിന്നെ സോഫ്റ്റ് ആയിട്ട് ചെയ്തു. ഓക്കെ ഗൈസ്, നിങ്ങൾ എന്തായാലും വീട്ടിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുക ഗൈസ്. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പം എന്തായാലും വീട്ടിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുക ഗൈസ്. അപ്പം ബൈ ബൈ.